ദൈവത്തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു പുതിയ ദിവസത്തിന്റെ എല്ലാ നന്മകളും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ധ്യാനത്തിനായി പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 20-ാമത്തെ വാക്യം. പുറപ്പാട് 19, 20-ാമത്തെ വാക്യം. യഹോവ സീനായി പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി. യഹോവ മോശയെ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശ കയറി ചെന്നു. യഹോവ സീനായി പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി. യഹോവ മോശയെ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശ കയറി ചെന്നു. ദൈവം സീനായി പർവ്വതത്തിലേക്ക് ഇറങ്ങി വരുന്നതും ആ പർവ്വതത്തിന്റെ ശിഖരത്തിലേക്ക്, കൊടുമുടിയിലേക്ക് മോശയെ ദൈവം വിളിക്കുന്നതുമാണ് ഈ പാഠഭാഗ സന്ദർഭം. അതിനു മുൻപ് തന്നെ ദൈവത്തിന്റെ ദാസനായ മോശ ദൈവസന്നിധിയിലേക്ക്, കൊടുമുടിയിലേക്ക്, ഈ പർവ്വതത്തിലേക്ക് കയറി ചെല്ലുന്നതിന് മുൻപ് ജനത്തെയും പാളയത്തെയും ഒക്കെ വിശുദ്ധീകരിക്കുന്നുണ്ട്. അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ദൈവം പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി വന്നു. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മോശ അങ്ങോട്ട് കയറി ചെല്ലണം. അവിടെ മോശ കയറി ചെല്ലണം. കാരണം ദൈവം അങ്ങോട്ട് കയറി ചെല്ലുവാനായിട്ട് വിളിക്കുകയാണ്. വിശ്വാസ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ ഈ വചനം നമ്മോട് സംസാരിക്കുന്നതും അതാണ്. ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ അരികിലേക്ക് നമ്മൾ നടന്ന് കയറണം. കൊടുമുടി നടന്ന് കയറണം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ സീനായി പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. ദൈവം സീനായി പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി എന്ന് എഴുതിയിരിക്കുമ്പോൾ ദൈവം അവിടെ ഇറങ്ങി വന്നു എന്നാണ് അതിന്റെ അർത്ഥം. സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം ഇതാ ഒരു പ്രത്യേക ഇടത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്തിനാണ് ഇറങ്ങി വരുന്നത് എന്ന് ചോദിച്ചാൽ അത് രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന്, മോശയിലൂടെ ദൈവജനത്തെ ബലപ്പെടുത്തുവാനും. രണ്ട്, ദൈവം ഇറങ്ങി വരുന്നത് ഈ ജനവും മോശയും നോക്കിക്കാണുമ്പോൾ, അത് അനുഭവേദ്യമാകുമ്പോൾ ദൈവം തങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പ് ഒന്നുകൂടെ ഓർക്കുവാനും അത് ഉറപ്പ് വരുത്തുവാനും വേണ്ടിയാണ്. മനുഷ്യരെ ദൈവം അടിവാരം വരെ അനുവദിക്കുമ്പോഴും എന്നാൽ ദൈവത്തിന്റെ കൃപയോടുകൂടെ നമ്മുടെ ഈ വ്യക്തിയെ മാത്രം, മോശയെ മാത്രം മുകളിലോട്ട് കയറി ചെല്ലുവാനായിട്ട് ദൈവം ക്ഷണിക്കുന്നുണ്ട്. അത് സ്വന്തം കഴിവിനാലല്ല, മനുഷ്യന് ദൈവത്തിൽ എത്തിച്ചേരുവാനുള്ള ഒരു കൃപ ദൈവം കൊടുക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിലും 6-ാം അധ്യായം 65-ാം വാക്യത്തിലും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പിതാവ് പുത്രനിലേക്ക് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രന്റെ അരികിലേക്ക്, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനായിട്ട് കഴിയുകയില്ല. ഇത് പ്രവചന പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തെ നമ്മൾ തേടുന്നതല്ല, ദൈവത്തെ തേടുവാനുള്ള ഒരു കൃപ, അതിനുള്ള ഒരു പ്രേരണ, അതിനുള്ള ഒരു അവസരം മുഖാന്തരം സർവശക്തനായ ദൈവം നമുക്ക് നൽകുന്നതാണ്. ഇവിടെ മോശയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ പർവ്വതത്തിൽ ദൈവം ഇറങ്ങി വരുന്നു, അങ്ങോട്ട് കയറി ചെല്ലുവാൻ ക്ഷണിക്കുന്നു. അത്തരം ഒരു കൃപ വച്ച് നീട്ടുകയാണ്. അപ്പൊ അത് നമുക്കുമുണ്ട്. ദൈവം ആ ഒരു കൃപ അല്ലെങ്കിൽ ആ ഒരു വിളി നമുക്കും വച്ചിട്ടുണ്ട്. കയറി ചെല്ലുവാനായിട്ട് നമുക്ക് കഴിയണം. രണ്ട്, മോശ എന്തിനാണ് മോശയെ മാത്രം ഉയരങ്ങളിലേക്ക് വിളിക്കുന്നത്, പർവ്വതത്തിലേക്ക് വിളിക്കുന്നത്? അതിനുള്ള കാരണം, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ടാണ് മോശയെ ദൈവം വിളിക്കുന്നത്. ഒരു മധ്യസ്ഥനായിട്ടാണ് ദൈവം മോശയെ വിളിക്കുന്നത്. ജനത്തോടെല്ലാവരോടും ഒരുപോലെ ഇടപഴകുവാൻ തക്കവണ്ണം എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ എല്ലാവരും ഒരുപോലെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചവരല്ലായിരുന്നു. പല വിധത്തിലുള്ള കുറവുകൾ, ഏറ്റക്കുറച്ചിലുകൾ അവരുടെ ജീവിതത്തിലുണ്ട്. ആത്മീക ജീവിതത്തിൽ നമുക്കും അതെ, എല്ലാവരെ പോലെ ആയിരിക്കണമെന്നില്ല. നമ്മൾ ആയിരിക്കുന്ന ആത്മീയ തലത്തിലായിരിക്കണമെന്നില്ല മറ്റൊരു വ്യക്തി. അപ്പോൾ അതിനുള്ള ഏറ്റക്കുറച്ചിലുകളുണ്ട്. അതിൽ ഏറ്റവും ദൈവവുമായി അടുത്ത് നിൽക്കുന്ന, അത്രയും വിശുദ്ധി കൈവരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അരികിലേക്ക് വിളിക്കുവാനും അതിന് കീഴെ നിൽക്കുന്നവരോടുള്ള സന്ദേശങ്ങളോ അറിയിപ്പുകളോ അല്ലെങ്കിൽ ദൈവവചനങ്ങളോ ദൈവത്തിന്റെ മെന്റർഷിപ്പിലൂടെ, ഈ വ്യക്തിയുടെ മെന്റർഷിപ്പിലൂടെ നൽകുവാനോ ഒക്കെ ആയിട്ട് ഒരു മീഡിയേറ്റർ ആയിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിന്റെ അരികിലേക്ക് എത്തുവാൻ തക്കവണ്ണമുള്ള ഒരു വിശുദ്ധി ദൈവം നമ്മിൽ ആഗ്രഹിക്കുമ്പോഴും അത് അത്രത്തോളം എത്തിച്ചേരാത്ത ആ ഒരു തലത്തിൽ നിൽക്കുമ്പോൾ അതിന് കഴിവുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് യോഗ്യതയുള്ളവരിലൂടെ ദൈവം സംസാരിക്കുന്നു, ഇടപെടുന്നു, മധ്യസ്ഥതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മീഡിയേറ്റർ ആയിട്ട് അല്ലെങ്കിൽ മെന്റർഷിപ്പിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പൂർത്തീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതൊരു ആത്മീയ പ്രയാണമാണ് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു പ്രയത്നമാണ്. അതായത് ദൈവം കൊടുമുടിയിലേക്ക് ഇറങ്ങി വന്നു, മോശയോട് പറയുകയാണ്, പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് കയറി ചെല്ലുക. മോശയെ ദൈവം വിളിക്കുകയാണ്. പർവ്വതത്തിന്റെ
കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശ അങ്ങനെ കയറി ചെന്നു. മല കയറൽ എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇച്ചിരി അധ്വാനിക്കണം, നമ്മുടെ ശരീരം, നമ്മുടെ കായിക ബലം അധ്വാനിക്കണം. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ഒരു ഹൈ പൊസിഷനിലോട്ടുള്ള മലകയറ്റം, അതും അധ്വാനത്തിന്റെ ഒരു അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. വെറുതെ അങ്ങ് ഉയരങ്ങളിലേക്ക് എത്തുന്നില്ല. അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിലൂടെ, വചനം ധ്യാനിക്കുന്നതിലൂടെ, വിശുദ്ധ ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമേ ഉയരങ്ങളിലേക്ക് കയറി ചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ മെനക്കെടുന്നില്ല എങ്കിൽ അടിവാരത്ത് നിൽക്കുന്ന ജനത്തെ പോലെ താഴെ നിൽക്കാം. ദൈവവുമായുള്ള ആ ഒരു അത്രത്തോളം അഭേദ്യമായ ബന്ധം സാധ്യമാകില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതിൽ കൂടെ ചേർത്ത് ഞാൻ പറയട്ടെ, മലകയറ്റം, ഉയരങ്ങളിലേക്ക് കയറി ചെല്ലുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു വിശുദ്ധീകരണം നമുക്ക് ആവശ്യമുണ്ട്. ഈ വചനം ഈ വക കാര്യങ്ങളാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ വചനപ്രകാരം വിശുദ്ധിയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഒരു ആത്മീക മലകയറ്റത്തിന്റെ അനുഭവം സാധ്യമാകുന്നതിന് വേണ്ടി സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നന്മകൾ ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.